റിയൽമിയുടെ പുതിയ ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്. റിയൽമി 14X എന്നാണ് ഫോണിന്റെ പേര്. അതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് പറയുന്നത് 15,000 രൂപ പ്രൈസ് റേഞ്ച് താഴെ നമുക്ക് IP69 റേറ്റിംഗ് ഉള്ള ഫോൺ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താ നമുക്ക് നോക്കാം. നിങ്ങൾ തമ്പനലിൽ കണ്ട പോലെ തന്നെ ഈ ഫോൺ എന്തുകൊണ്ടാണ് വാങ്ങരുത് എന്നുള്ളതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15,000 രൂപയിലാണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വില കുറച്ച് കിട്ടും. ഡിസ്പ്ലേ നോക്കാനാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. HD+ ഡിസ്പ്ലേ ആണ്. IPS LCD പാനലാണ് വരുന്നത്. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോണിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ ബാക്ക് സൈഡ് വരുന്നത് പോളികാർബണേറ്റിലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോണും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒന്നിലെ പ്ലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ പോളികാർബണേറ്റ് ആയിരിക്കും. എനിക്കിതിന്റെ ലുക്ക് കണ്ടപ്പോൾ ഒരു സാമ്യം തോന്നിയത് സാംസങ്ങിന്റെ ഫോണുകളായിട്ടാണ്. ഏകദേശം സാംസങ്ങിന്റെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളായിട്ട് ഒരു സാമ്യം തോന്നുന്നുണ്ട്. ഫോണിന്റെ ബാക്ക് സൈഡിലെ ക്യാമറയുടെ ഒരു സെക്ഷൻ കാണുമ്പോൾ 3 ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും 3 ക്യാമറ ഇല്ല, 2 ക്യാമറയേ ഉള്ളൂ. 50 മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിന്റെ ഒരു സെൻസറും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റെല്ലാ ഫോണുകളിലും സെയിം ഒരു സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും കൊടുക്കും. പിന്നെ പേരിന് ഒരു 2 മെഗാ പിക്സലിന്റെ ഒന്നിലേ മാക്കർ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഡെപ്ത് സെൻസറാന്ന് പറഞ്ഞിട്ട് കൊടുക്കും. സെയിം ആണ്. അതുകൊണ്ട് തന്നെ ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. സെൽഫി ക്യാമറ നോക്കാനാണെന്നുണ്ടെങ്കിൽ 8 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത് ഫോണിന്റെ സൈഡിലാണ്. അത് തന്നെയായിരിക്കും പവർ ബട്ടണും. പിന്നെ ഫോണിന്റെ IP69 വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോണിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ IP റേറ്റിംഗ് ആണ്. ഇനി പ്രോസസർ നോക്കാനാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ Dimensity 6300 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫോണിനകത്ത് സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഫോണിന്റെ ഓവറോൾ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഫോൺ വാങ്ങരുത് എന്നുള്ള കാര്യം ഞാൻ പറയാം. അത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം വേറൊന്നുമല്ല, ഇതിന്റെ പ്രോസസർ തന്നെയാണ്. മീഡിയാടെക്കിന്റെ Dimensity 6300 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. ഏകദേശം 8,000 രൂപ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരുന്ന ഒരു എൻട്രി ലെവൽ 5G ഫോണിന്റെ ഒരു പ്രോസസർ മാത്രമാണ് നമുക്ക് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ തരുന്നത്. ഇനി ആൻഡ്രോയിഡ് സ്കോർ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4 ലക്ഷത്തോളം മാത്രമാണ് ഇതിന്റെ ആൻഡ്രോയിഡ് സ്കോർ വരുന്നത്. നിങ്ങൾക്ക് എൻട്രി ലെവൽ ഫോണിന്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും മാത്രമേ ഇതിനകത്ത് കിട്ടുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗെയിമിങ്ങോ പരിപാടികളൊന്നും ഇതിനകത്ത് നടക്കില്ല. ഞാനിതിന്റെ പ്രോസസർ മോശമാണെന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല. നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന മറ്റുള്ള ഫോണുകളൊന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നത് 3 ഫോണുകളാണ്. ഒന്ന് വിവോയുടെ T3, അതുപോലെ തന്നെ ഐക്യൂന്റെ Z9X, പിന്നെ നമുക്ക് CMFന്റെ ഫോൺ 1. ഇതിൽ വിവോയുടെ T3, ഐക്യൂന്റെ Z9Xും സെയിം ഫോൺ തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ഒരു ഫോൺ എടുക്കാം, വിവോയുടെ T3 എടുക്കാം. പിന്നെ CMFന്റെ ഫോൺ 1. ഇതിനകത്ത് വിവോയുടെ T3ക്കകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 എന്ന് പറഞ്ഞ പ്രോസറാണ്. ഏകദേശം 5.5 ലക്ഷത്തോളം ആൻഡ്രോയിഡ് സ്കോർ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ പ്രോസറാണ്. ഇനി CMFന്റെ ഫോൺ 1 നോക്കാനാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ Dimensity 7300 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. സെയിം ഒരു 5.5 ലക്ഷത്തോളം ആൻഡ്രോയിഡ് സ്കോർ വരുന്ന ഫോണാണ്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ ഒരു പ്രോസറാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഈ ഫോണിന്റെ ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ മാത്രമാണ് ഈ ഫോണിനകത്ത് വരുന്നത്. അതും 15,000 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് HD+ ഡിസ്പ്ലേ മാത്രമാണ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ കിട്ടുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടും ഒരു നെഗറ്റീവാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ വേണമെന്നില്ല, IPS LCD പാനൽ മതി. പക്ഷെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ഫുൾ HD ഡിസ്പ്ലേ എങ്കിലും മിനിമം കൊടുക്കാമായിരുന്നു. വിവോയുടെ T3ക്കകത്ത് നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇനി CMFന്റെ ആരും നോക്കാനാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ HD ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് 15,000 രൂപ താഴെ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസും കാര്യങ്ങളൊന്നും ബാധകമല്ല, അത്യാവശ്യം ചെറിയ രീതിയിൽ സോഷ്യൽ മീഡിയ മാത്രം യൂസ് ചെയ്യുന്ന ആളാണ്, പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ മാത്രം കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഈ ഫോണിനകത്ത് നമുക്ക് സിംഗിൾ സ്പീക്കർ മാത്രമാണ് വരുന്നത്, ഡ്യുവൽ സ്പീക്കർ വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫോണിനകത്തും നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് സിംഗിൾ സ്പീക്കർ മാത്രമാണ് വരുന്നത്. വിവോയുടെ T3ക്കകത്തും CMFന്റെ ഫോണിനകത്തൊക്കെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അതുപോലെ തന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് അതും ഈ ഫോണിനകത്തില്ല. സാധാരണ ബഡ്ജറ്റ് കുറഞ്ഞ എല്ലാ ഫോണുകളിലും 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കും, പക്ഷേ ഇതിനകത്ത് അതുമില്ല. നമുക്ക് വിവോയുടെ T3 നോക്കാനാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, 1080p മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം കമന്റിനകത്ത് എല്ലാവരും തുടങ്ങും, എന്തിനാണ് 4K ഷൂട്ട് ചെയ്യുന്നത്, ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആരാണ് 4K നോക്കുന്നത്? ശരിയാണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4K നോക്കുന്ന ആൾക്കാർ കുറവായിരിക്കാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ മറ്റുള്ള ഫോണുകളിൽ 4K കിട്ടുമ്പോൾ ഇതിനകത്ത് 4K ഇല്ല എന്നുള്ളത് ഈ ഫോണിൻ്റെ ഒരു നെഗറ്റീവ് തന്നെയാണ്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് 4K വേണ്ടാത്ത ആൾക്കാരുണ്ടാവും, പക്ഷേ അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4K നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഈ ഫോണിനകത്ത് നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ CMFനകത്തും അതുപോലെ തന്നെ വിവോയുടെ T3ക്കകത്തൊക്കെ നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം, എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ അവർ IP69 തരുന്നുണ്ടെന്നുള്ളതാണ്. ശരിയാണ്, അവർ IP69 തരുന്നുണ്ട്. ഈ IP69 തന്നപ്പോൾ അവർ ഫുൾ HD ഡിസ്പ്ലേ എടുത്ത് കളഞ്ഞു. അതുപോലെ തന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് കളഞ്ഞു. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എടുത്ത് കളഞ്ഞു. 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല.
പിന്നെ ഒരു കൂതറ പ്രോസസ്സർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിലർ പറയാൻ പോകുന്നത് ഇതിനകത്ത് 6000 വെച്ച് ബാറ്ററി വരുന്നുണ്ട്, അതുപോലെ തന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ശരിയാണ്. അതുപോലെ തന്നെ വിവോയുടെ T3 നോക്കാനാണെന്നുണ്ടെങ്കിലും 6000 വെച്ച് ബാറ്ററിയും വരുന്നുണ്ട്, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ഇതിനകത്ത് അവർ കൊട്ടിഘോഷിക്കുന്ന IP69 തരുമ്പോൾ വിവോയുടെ T3 IP64 ഉണ്ട്. നിങ്ങൾ തന്നെ ജസ്റ്റ് ചിന്തിച്ചു നോക്ക്. IP69 68 അല്ലെങ്കിൽ 64 ഏത് തന്നെ ആയിക്കോട്ടെ, ഏത് IP റേറ്റിംഗ് ഉണ്ടെങ്കിലും വാട്ടർ ഡാമേജ് ആയിട്ടുണ്ടോ ഒരു കമ്പനിയും വാറണ്ടി തരികയില്ല. ഇവർ പറയുന്നൊരു കാര്യം ശരിയാണ്. വേറൊന്നുമല്ല, ഇപ്പം മറ്റുള്ള ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഒരു ഫോണിലും ഒരു IP റേറ്റിംഗും തരുന്നില്ല, ഞങ്ങൾ മാത്രമാണ് IP റേറ്റിംഗ് തരുന്നതെന്ന് അവർ പറഞ്ഞാൽ ഓക്കെയാണ്. ഈ IP റേറ്റിംഗ് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ 10,000 രൂപ മുകളിലോട്ട് വരുന്ന ഒട്ടുമിക്ക ഫോണുകൾ IP റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ IP റേറ്റിംഗ് മാത്രം നോക്കിയിട്ടൊരു ഫോൺ വാങ്ങുകയെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരം മാത്രമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 15,000 രൂപ നിങ്ങളുടെ ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വിവോ T3 അല്ലെങ്കിൽ iQOO Z9X അല്ലാന്നുണ്ടെങ്കിൽ CMFന്റെ ഫോൺ 1. ഈ 3 ഫോണുകളാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. എന്തായാലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരിക്കലും ഈ ഫോൺ വാങ്ങി മണ്ടത്തരം കാണിക്കരുത്. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.